ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ബംഗളൂരു ക്രിസ്തു ജയന്തി കോളേജിനെ ഡീംഡ് യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് ഉയർത്തി. 17 തവണ യൂണിവേഴ്സിറ്റി കൾച്ചറൽ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ക്രിസ്തു ജയന്തി കോളേജിൽ 15,000-ൽ പരം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ആക്ടിംഗ് വൈസ് ചാൻസലർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ ജോർജ് CMI സൺഡേ ഷാലോമിനോട് സംസാരിക്കുന്നു. വെറും 26 വർഷത്തിലാണ് ഒരു കോളേജ് യൂണിവേഴ്സിറ്റി ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് അച്ഛന് ഈ ട്രാൻസ്ഫോർമേറ്റീവ് ജേർണിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കോളേജിന്റെ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറയുന്നത് അത് വളരെ ഇൻസ്പയറിംഗ് ആണ്. ഞങ്ങൾ ഒത്തിരി അംബീഷ്യസ് ആണ്. ഇൻ ദ സെൻസ് നോട്ട് എ പേഴ്സണൽ അംബീഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അത് എന്താകണം, എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ക്രിസ്തു ജയന്തി കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊരു ഷോർട്ട് ടൈം പ്ലാൻ ഉണ്ടായിരുന്നു, ലോങ് ടൈം പ്ലാൻ ഉണ്ടായിരുന്നു. സോ 1999 തൊട്ട് 2008 വരെ, 2008 മുതൽ 2018 വരെ, 2018 മുതൽ 2028 വരെ ഞങ്ങള് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. 2018 ഞങ്ങളുടെ ലോങ് ടൈം പ്ലാനിന്റെ കാര്യം നോക്കി അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 2028 മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി ആകണം എന്നുള്ള കാര്യം. അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. തുടക്കത്തിൽ ഞങ്ങൾക്കൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതായിരുന്നു. കാരണം ഇതൊരു കാർഡായിരുന്നു. അവിടെ എങ്ങനെ നമുക്ക് പിള്ളേരെ കൊണ്ടുവരാൻ സാധിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഇവിടെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ശ്രമങ്ങള്. ഒരു 9 പിള്ളേരെയും വെച്ച് തുടങ്ങിയ കോളേജാണ്. ഇപ്പൊ നോക്കുമ്പം 15,000-ൽ അധികം പിള്ളേരുണ്ട്. 3 ടീച്ചേഴ്സ് തുടക്കത്തിലുണ്ടായിരുന്നു. ഇപ്പൊ 700-ലധികം ടീച്ചേഴ്സ് ഉണ്ട്. മൊത്തം സ്റ്റാഫ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് 1200. ഇത് വലിയൊരു ക്യാമ്പസ് ആണ് ഇത്. Father, could you please highlight on the key aspects of the institution which made this journey easier? അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ചില കാര്യങ്ങള്, ക്രിസ്തു ജയന്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ജയന്തിയുടെ കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഏറ്റവും നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 15,000-ൽ കൂടുതൽ പിള്ളേർ ഈ ക്യാമ്പസിൽ ഉണ്ട് എങ്കിലും ഇതുവരെ നമുക്ക് ഒരു ഇൻഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് വി കുഡ് ഡു ഓവർ ദി ഇയേഴ്സ്? ഹൗ ടു ചാനലൈസ് ദി എനർജി ഓഫ് എ സ്റ്റുഡൻസ് ഇൻ എ മീനിങ്ഫുൾ വേ, ബ്യൂട്ടിഫുൾ വേ. രണ്ടാമതായിട്ട് ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ പ്രത്യേകത ദ സിസ്റ്റം ആൻഡ് പ്രോസസ് ആണ്. ഇവിടെ ഒരു വ്യക്തിയല്ല ഇവിടെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ തിങ്സ് ആർ വെൽ ഡിഫൈൻഡ്. നോബഡി ക്യാൻ മേക്ക് ചേഞ്ചസ് അറ്റ് ഓൾ. So what we could do, we have established many of the centers, the key centers of an institution, not only the academies, but more than that we have around 56 centers. I can talk about the research, the admission, the IQSE, the placement, the women empowerment cell, literary and cultural associations. See that something is adding to the life of the students here. സോ മൂന്നാമതായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന റിസോഴ്സസ് ആണ്. നോർമലി പീപ്പിൾ ലുക്ക് അറ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, they look at the infrastructure, they see that okay, infrastructure is good, the resources are there. But for me or for Christu Jayanti College, the physical infrastructure is only the one aspect. I'm happy to say we have such a beautiful physical infrastructure here, one of the best in our country. Yes. But in physical infrastructure is not only the spaces for the classroom, but do we have the spaces for the students to recreate? Do we have the students to do the activities? Do we have the students to practice, to train? Or do we have the facility to develop the skills? And all these things matters a lot. In such a way, what I wish to say that we have a beautiful infrastructure. The second, the resource is the human resource.
college is fortunate to have the right people to lead. Whether it is going to be the administration, is going to be the academic, and we invest heavily on the human resource. ഈ 26 വർഷം കൊണ്ട് കോളേജിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ മേജർ കാരണം ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ്. What I observed, even after 6 o'clock, I could find more than 100 teachers are there in their cabins. They are working for their research or working for the department or for the institution. The മറ്റ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ IT റിസോഴ്സസ് ഉണ്ട്, ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് റിസോഴ്സസ്. കോളേജിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്. They had taken care of all the aspect of automating the process and the flow here. The fourth area is facility the resources. കുട്ടികൾ ഇവിടെ വരുന്നത് ക്ലാസ് റൂമിൽ ഇരുന്ന ടീച്ചേഴ്സിന്റെ ലെക്ചറിങ് കേട്ട് തിരിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല. ഒരു ഓവറോൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അവിടെ ഇൻവോൾവ്മെന്റ്, കരിക്കുലർ, ദ കോ കരിക്കുലർ തിങ്സ്, ദ സ്പോർട്സ് തിങ്, നമുക്കൊക്കെ പ്ലേസ്മെന്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ, ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ക്യാമ്പസിൽ തന്നെ അവർക്ക് മറ്റു കുട്ടികളുമായിട്ട് ചേർന്നുള്ള എന്റർപ്രണർഷിപ്പിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അങ്ങനെ ഫെസിലിറ്റി റിസോഴ്സസിൽ നമുക്ക് ബോത്ത് ഫിസിക്കലും ആയിട്ടും അല്ലാതെ തന്നെ ഒത്തിരി റിസോഴ്സസ് നമുക്ക് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് സാധിച്ചു. പിന്നീട് നമ്മൾ ചിന്തിച്ചതാണ്, നമുക്കൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എക്സലൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ആയിരിക്കാൻ സാധിക്കില്ല. ഹയർ എഡ്യൂക്കേഷൻ വന്നിട്ട് ഹാസ് ടു കണക്ട് വിത്ത് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദി പ്രോമിനൻസ്. 75ഓളം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. മോർ ദാൻ 100+ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. Could you also highlight on major milestones of the deemed to be university? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ മൈൽ സ്റ്റോൺ ചോദിച്ചാൽ നമുക്ക് അതിനെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ ആസ് എ കോളേജ് നമുക്ക് ഒത്തിരി കാര്യം നമുക്ക് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഒന്നാമത്തെ റാങ്കിങ് ഫ്രെയിംവർക്ക്, 3 സൈക്കിൾ അക്രഡിറ്റേഷൻ നമ്മൾ പോയി. 3 പ്രാവശ്യവും നമുക്ക് ഹയസ്റ്റ് ഗ്രേഡ് ആണ്. 3-ാമത്തെ പ്രാവശ്യം നമ്മുടെ സ്കോർ ഔട്ട് ഓഫ് 4 3.78. കർണാടകയിലെ ടോപ്പ് ആയിട്ടുള്ള സ്കോറാണ് ഈ 3.78 എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സയൻസ് കാറ്റഗറിയിൽ. ഇന്ത്യയിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിലും ഏതാണ്ട് 2nd or 3rd പൊസിഷൻ നമുക്കുണ്ട്. അപ്പൊ നാക്കിലെ സ്കോർ നമുക്ക് വളരെ വളരെ ഹൈ ആണ്. NIRF റാങ്കിങ്ങില് അതിപ്പം നമ്മുടെ പൊസിഷൻ 60 ഇന്ത്യയിലെ. 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചു. എന്താണ് ഈ റാങ്കിങ് ഫ്രെയിംവർക്ക് വഴിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ദാറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഏരിയ ഇൻ വിച്ച് വി നീഡ് ടു കോൺസെൻട്രേറ്റ് അപ്പോൺ. പ്രധാനമായിട്ടും ഞങ്ങൾ ശ്രമിച്ച ഒരു കാര്യം, റിസർച്ച് ഞങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യാൻ ശ്രമിച്ചു. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളുടെ സ്കോപ്പസ് ഇൻഡെക്സിലുള്ള പബ്ലിക്കേഷൻസ് 700ഓളം കഴിഞ്ഞു ഒരു വർഷം കൊണ്ട് തന്നെ. ഇപ്പൊ റിസർച്ചിൽ ഒത്തിരി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവേറ്റ് ഔട്ട്കം, അതായത് കുട്ടികൾ ഇവിടെ പഠിച്ചു ഒന്നെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്നു, ആ ഒരു കാര്യത്തിൽ ഒത്തിരി ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 17 വർഷമായിട്ട് ഈ കൾച്ചറൽ ഏരിയയിൽ നമ്മുടെ ബാംഗ്ലൂരിലെ ചാമ്പ്യന്മാരാണ്. സൗത്ത് സോണിൽ നമ്മൾ ഒത്തിരി പ്രൈസസ് നമുക്ക് കിട്ടി. ഈ പിള്ളേര് തന്നെ നാഷണൽ ലെവലിൽ പോയിട്ട് അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രൈസസ് കിട്ടി. So whether it is going to be the cultural, sports or theatre or the fine arts, or it's going to be the academic kind of fest, the students are participating, they are bringing a lot of laurels to the college. പിന്നീട് ക്ലീൻ എ സ്മാർട്ട് ക്യാമ്പസ്, ആ ഒരു ഏരിയയിൽ ഞങ്ങൾ ഒത്തിരി വർക്ക് ചെയ്തു. 2021 എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻജി സാർ മിനിസ്റ്ററിൽ നിന്ന് നമുക്ക് ക്ലീൻ എ സ്മാർട്ട് ക്യാമ്പസ് അവാർഡ് നമുക്ക് കിട്ടി. പിന്നെ മറ്റൊരു ഏറ്റവും ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, കൃഷി ജയന്തി കോളേജ് വാസ് ഐഡന്റിഫൈഡ് ബൈ ദി UN ആസ് എ ഹബ് ഓഫ് SDG1. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, 2018-21 3 വർഷത്തേക്കാണ് അത് സെലക്ട് ചെയ്യുന്നത്. വീണ്ടും അടുത്ത ഒരു ടൈം കൂടി നമുക്ക് കിട്ടി ഈ SDG1 ഹബിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്.
2025 ഇപ്പം STG 2 നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു അവസരം അല്ലെങ്കിൽ ഒരു റെക്കഗ്നിഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ സോ വി ആർ വർക്കിംഗ് ദാറ്റ് ഡയറക്ഷൻ ആസ് വെൽ. ഓക്കെ. വൈസ് ചാൻസലർ ഇൻചാർജായി നിൽക്കുന്ന അച്ഛന് ഈ ഒരു സമയത്ത് എന്താണ് ലോങ് ടേം വിഷൻ? ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയി എന്ന് പറയുന്നതിന് വലിയൊരു അംഗീകാരമാണ്. റൈറ്റ്. ഞങ്ങൾ 146ാമത്തെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ. ഒരു ഇന്റർനാഷണലി നോൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആകുക എന്നുള്ളതാണ്, നാഷണലി ആൻഡ് ഇന്റർനാഷണലി ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ക്രിസ്തു ജയന്തി ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഒത്തിരി പേരുടെ കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ്. ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കാം, പക്ഷെ അതിലെല്ലാം അപ്പുറമായിട്ട് എല്ലാവരും ഒരു ഫാമിലി ഒരു എൻവയൺമെന്റിൽ വർക്ക് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും ഉള്ള എല്ലാവരെയും ഓർക്കുകയാണ്. കോളേജിന് വ്യക്തമായിട്ടുള്ള ഒരു ഷേപ്പും ഒരു ഫ്യൂച്ചറും ആദ്യമേ തന്നെ വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുവന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോസുകുട്ടിച്ചിനെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. മറ്റച്ഛന്മാര്, സാർമാര് എല്ലാവരെയും ഓർക്കുക. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾക്ക് ഇവിടെ വളരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദി പീപ്പിൾ ആൻഡ് സീക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഓൾമൈറ്റി ഗോഡ് so that we can continue to work the way that we have been doing and to become a great university not only in India but abroad as well.